നിന്നോട് ആര് പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് കയറി വരാൻ? ഓഹോ, ഇപ്പൊ ഞാൻ വന്നതാണോ കുറ്റം? ആശുപത്രിയിൽ നിന്ന് കാണാതായ എന്റെ ഭർത്താവെ എവിടെയാണെന്ന് നോക്കാൻ വന്നതാ ഞാൻ. അപ്പോ ഞാൻ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. നീ എന്താ പ്രതീക്ഷിച്ചത്? ഞാനും ആ പെണ്ണും കൂടി ഇവിടെ. എന്നാലേ അത് തന്നെയായിരുന്നു എന്റെ ഉള്ളില്. എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചവരുടെ ഈ കുടുംബത്തെ നശിപ്പിക്കുക, അതാണ് ഇപ്പോഴും എന്റെ മനസ്സിലുള്ള കാര്യം. നെല്ലിശ്ശേരിയിലെ പുന്നാര പെങ്ങളെ അവളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത തിരിച്ചടി കൊടുത്ത് ഒഴിവാക്കുക. അതോടെ അവൾ അവളുടെ ജീവിതം സ്വയം ഇല്ലാതാക്കിക്കോളും. നീ ഒരു കാര്യം മനസ്സിലാക്കാവന്തികെ, ഒറ്റയടിക്ക് എല്ലാവരെയും കൊല്ലാനൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഇഞ്ച് ഇഞ്ചായി വേണം കൊല്ലാൻ. അതിനെനിക്ക് പറ്റുകയും ചെയ്യും. അതിൻ്റെ ഇടയിലും നീ CID പണിയായിട്ട് വരാതിരുന്നാ മതി. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു ലക്ഷ്യമുണ്ട്. അതെന്റെ മാത്രമല്ല, നമ്മളുടെ രണ്ടുപേരുടെയും കൂടിയുള്ള ലക്ഷ്യമാണ്. നിനക്കും നമുക്ക് നഷ്ടമായ കുഞ്ഞിനും വേണ്ടിയാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നും കഷ്ടപ്പെടുന്നതെന്നുള്ള ബോധ്യം എന്നേക്കാൾ നന്നായി നിന്നിലുണ്ടാവണം. പറയാൻ എനിക്ക് കഴിയൂ, ചങ്ക് കീറി കാണിച്ചു തരാനൊന്നും എനിക്ക് പറ്റില്ല. മനസ്സിലാക്കിയാ കൊള്ളാം. എവിടെയാണ് എന്റെ മോള്? അമ്മേ, ആതിരെ റൂമിലേക്ക് മാറ്റിയാലേ കാണാൻ പറ്റുള്ളൂ. എന്താ മീര, എന്താ ഉണ്ടായത്? അനുപേട്ട, ഞങ്ങൾക്കൊന്നും അറിയില്ല. അവള് സന്ദീപുമായി വഴക്കിട്ട് ആ ദേഷ്യത്തിൽ ചെയ്തതാന്ന് അവൻ പറയുന്നത്. ഇന്നലെ രാത്രി ഇങ്ങനെയൊക്കെ നടന്നിട്ട് രാവിലെയാണോ ഞങ്ങളെ അറിയിക്കുന്നത്? നിങ്ങളെ കൂടി ടെൻഷൻ ആക്കണ്ടെന്ന് കരുതിയ രാത്രി തന്നെ വിളിച്ച് പറയാത്തത്. അവളെ ഈ കൊല്ലത്തിൽ ഇവിടെ എത്തിക്കാനാണ് മീര നീ അവിടെ നിൽക്കുന്നത്. നീയും ഇവളും അവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലല്ലേ ഞങ്ങള് സമാധാനത്തിലിരിക്കുന്നത്. ഇങ്ങനെയാണ് നീ ആദ്യം നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും. അമ്മേ, ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാനും മാത്രം അവക്കൊരു പ്രശ്നവുമില്ല. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവള് ചെയ്തതാന്ന അവൻ അർച്ചനയോട് പറഞ്ഞത്. അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് ഞങ്ങൾ എങ്ങനെ അറിയാനാ? ഇനി അതിനെ ചൊല്ലി നിങ്ങൾ വഴക്ക് കൂടണ്ട. ഈശ്വരാധീനം കൊണ്ട് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ. അതിനാദ്യം ഈശ്വരനോട് നന്ദി പറയുക. അമ്മയ്ക്കറിയാലോ അവളുടെ സ്വഭാവം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ദേഷ്യം. സന്ദീപിന് അറിയില്ലായിരുന്നു ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നു. അച്ചു, ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ ഇന്നലെ തന്നെ കയറി അവളോട് സംസാരിച്ചിരുന്നു അനുപേട്ട. ഇപ്പൊ അവക്കൊരു കുഴപ്പമില്ല. അതെ, പേഷ്യന്റിനെ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈശ്വരാ, മാഷെ, എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. സന്ദീപേ, സന്ദീപ് ഹോസ്പിറ്റലിലേക്കല്ലേ? അതെ. ഞാനും കൂടെ വന്നോട്ടെ സന്ദീപിന്റെ കൂടെ? ആതിരെ എനിക്കും കാണണമെന്നുണ്ടായിരുന്നു. എന്താ, എന്തേലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാ അനക്കറിയാത്ത മറ്റൊരു സത്യം ഞാൻ പറയാം. ആതിരെ ഇങ്ങനെ പ്രവൃത്തി ചെയ്തതിന് കാരണക്കാര് നമ്മൾ രണ്ടുപേരുമോ? അതെ അനക്ക. ഞാനും താനും സംസാരിച്ചതും തന്നെ സഹായിച്ചതും ഒക്കെ ആതിരയിലെ വലിയ രീതിയിൽ സംശയം ജനിപ്പിച്ചിരുന്നു.
ഞാനും അവളും കൂടി പലതവണ ഇതിന്റെ പേരിൽ വഴക്കിട്ടു. പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. എന്ത് പറഞ്ഞിട്ടും അവള് വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവള് ഈ അവസ്ഥയിൽ കിടക്കുന്ന അവള് തന്നെ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കുന്നു എനിക്കറിയില്ല. ഞാനും ആലോചിച്ചിരുന്നു ആദര എന്തിനാ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചതെന്ന്. അത് ഞാൻ കാരണമാണെന്ന് ഇപ്പോഴാ അറിയുന്നേ. സന്ദീപിന് എന്റെ പെരുമാറ്റത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയോ? ഇല്ല. സത്യാവസ്ഥ ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി നോക്കിയപ്പോഴൊക്കെ വലിയ വഴക്കുള്ള അതെല്ലാം അവസാനിച്ചത്. തനിക്കറിയാലോ ഞാൻ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇപ്പോ ഞങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞും കൂടി വരാൻ പോകുന്ന സമയം. സംശയവും ടെൻഷനൊക്കെ ആയിട്ട് അവളുടെ ആരോഗ്യസ്ഥിതി തന്നെ മോശം അവസ്ഥയില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഏറ്റവും വലുത് എന്റെ കുടുംബം. ഞാനും ആതിരയും ഞങ്ങളുടെ കുഞ്ഞു അടങ്ങുന്ന കുടുംബം. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാനില്ല. അതൊക്കെ അവൾക്ക് ബോധ്യമുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അവളെ സ്വന്തം വീട്ടിൽ വിളിച്ചോണ്ട് പോയിട്ട് അവൾ അവിടെ നിൽക്കാത്തതിന്റെ കാരണം ഈ സംശയം തന്നെ. തന്നെ അന്ന് രക്ഷിക്കാൻ വന്ന സമയത്ത് മറ്റൊന്നും കൂടി നടന്നു. എന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ കൊണ്ട് ഞാൻ അങ്ങ് മാറി തന്നേക്കാം. നീ അവള് സുഖമായിട്ട് ജീവിച്ചോ. ഒരിക്കലും വേണമെന്ന് കരുതി ചെയ്തതല്ല, പറ്റിപ്പോയി. സന്ദീപിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ആതിരയുടെ സംശയവും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആതിരയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം പണ്ട് ഞാൻ സന്ദീപിനെ നേടാൻ വേണ്ടി അവളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് കരയിച്ചിട്ടുണ്ട്. വിവാഹശേഷവും പലപ്പോഴും ഞാൻ നിലവിട്ട് പെരുമാറിയിട്ടുണ്ട്. എന്നെപ്പോലൊരു പെണ്ണിനെ ആതിര ഒരിക്കലും വിശ്വസിക്കില്ല. അത്രയ്ക്കുണ്ട് ഞാൻ അവളോട് കാണിച്ച ദ്രോഹം. ചെയ്ത തെറ്റുകൾക്ക് ഓരോന്നായി ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് അനുഭവിക്കുക സന്ദീപും. ഇപ്പോ ആതിരയുടെ ജീവിതം നമുക്ക് രക്ഷിക്കാൻ പറ്റി. ഈ സംശയം ഇനിയും വളർന്ന ചിലപ്പോ നമുക്കിനി ആതിരയെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ സംസാരിക്കാം ആതിരയോട്. ഇപ്പൊ അറിയാതെ ചെയ്ത തെറ്റിനും മുൻപ് അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിനും എനിക്ക് അവളോട് മാപ്പ് ചോദിക്കണം. അവള് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരുമ്പോ സന്ദീപിന്റെ പഴയ ആതിരയായിട്ട് വേണം വരാൻ. സംശയത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത സന്ദീപിന്റെ ആതിരയായി. സമാധാനമുള്ളൊരു ജീവിതം കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാനിപ്പോ. ഇതുപോലുള്ള വാർത്തകള് എന്നെ വല്ലാതെ പിടിച്ചുലയ്ക്കും. എല്ലാ അർത്ഥത്തിലും എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ആതിരയ്ക്ക് സത്യങ്ങൾ മനസ്സിലാവും. അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ നെല്ലിശ്ശേരി തറവാട്ടിലുണ്ടാവില്ല. സത്യം. അമ്മ ഇങ്ങനെ ഇരുന്ന് കരയണ്ട. അതിന് മാത്രം ഇവിടെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. നിനക്കൊന്നും പറ്റാത്തോണ്ടാണോടി നീ ഇവിടെ ഈ കിടപ്പ് കിടക്കുന്നത്? എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായ ആത്മഹത്യയെക്കുറിച്ചാണോ നീ ചിന്തിക്കേണ്ടത്?
പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായാ അത് പറഞ്ഞു തീർക്കല്ലേ വേണ്ടത്. നിനക്കെന്താ മോളെ പറ്റിയത്? നീ വീട്ടിൽ നിന്ന് ആരോടും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. ഇപ്പൊ ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്തൊക്കെയാ നിന്റെ ജീവിതത്തിൽ നടക്കുന്നേ? എല്ലാവരുടെ ജീവിതത്തിലും നടക്കുന്നതേ ഇവളുടെ ജീവിതത്തിലും നടക്കുന്നുള്ളൂ. ഭർത്താവുമായി പിണങ്ങുമ്പോഴൊക്കെ എല്ലാവരും ആത്മഹത്യ ചെയ്യാണോ? എങ്കിൽ ഞാൻ പണ്ടേ മരിക്കേണ്ടല്ലേ? മോള്, നിന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പറ. ഏത് കാര്യത്തിനും നമുക്ക് പരിഹാരം കണ്ടൂടെ? എന്റെ അമ്മേ, എനിക്കല്പ സ്വസ്ഥത ആവശ്യം. അമ്മ ഇവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞു കരഞ്ഞ് എന്റെ ഉള്ള സമാധാനം കൂടി ഇല്ലാതാക്കരുത്. അനുബേട്ട, അമ്മ അച്ഛനെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് നിൽക്കാമോ? ഇവളോടിപ്പോ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അമ്മേ, അമ്മ വാ, നമുക്ക് പുറത്തോട്ട് നിൽക്കാം. വാ അമ്മേ. ആതിരെ, നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അതെ, അതാ എനിക്കും പറയാനുള്ളത്. പിണങ്ങിയത് നീയും നിന്റെ ഭർത്താവും. നിനക്ക് ദേഷ്യം മുഴുവൻ ഞങ്ങളോടാണല്ലോ. നിനക്ക് എന്തിന്റെ കുഴപ്പം ആതിരെ? നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പം. ആ, ഇവൾ എന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ച നേരത്തേക്ക് അറിയോ? സംശയരോഗം. ഏ, സന്ദീപിനെ അനക്യം വെച്ച് ഇവക്ക് സംശയം. ദൈവമേ, പുറത്ത് ആരോടെങ്കിലും നമുക്കിത് പറയാൻ പറ്റുമോ? എന്താ പറയാൻ പറ്റാത്തെ? എല്ലാവരും അറിയട്ടെ, എന്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവരുടെ തനിക്കോണം. സംശയരോഗം പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്ന ചേച്ചി, വെറും സംശയമല്ല, പലതും ഞാൻ കണ്ടു ബോധ്യമായതാ. എന്ത് കണ്ടെന്നോ? എന്താ നീ കണ്ടത്? പറയേ. ഒരു ഭാര്യ കാണാൻ പാടില്ലാത്തതൊക്കെ ഞാൻ എന്റെ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് കണ്ടതാ. അവര് സംസാരിക്കുന്നതും കേട്ടു. എന്നെ സന്ദീപിന് വേണ്ടെന്ന് ശരിക്കും മനസ്സിലായപ്പോഴാ ഞാനായിട്ട് അവരുടെ ജീവിതത്തിന് ഒരു തടസ്സം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ചാകാന്ന് കരുതിയത്. ഗർഭിണിയായി എന്നെ ചതച്ചിട്ട് വേറൊരുത്തിയുമായിട്ട് കൊഞ്ചു കൊഴിഞ്ഞ് നടക്കുന്ന ഒരു ഭർത്താവിനെ എനിക്കെന്തിനാ? ആദരിക്കപ്പോ എങ്ങനെയുണ്ട്? എന്നോട് ദേഷ്യമാണോ? സന്ദീപേ, ഞാൻ എന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും അതാര് കാരണമാണെന്ന് നിനക്കറിയാലോ. മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട എന്നെ വീണ്ടും ദ്രോഹിക്കല്ലേ? ഇനി ഞാൻ ഇതുപോലെ തുനിഞ്ഞിറങ്ങിയ എന്റെ ജീവൻ പോവാൻ കണക്കാക്കി ഞാൻ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും നീ ചെയ്യുന്നതിന് മുൻപ് ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നിന്റെ ഒരു പ്രസംഗവും കേൾക്കാനുള്ള അവസ്ഥയിലല്ല ഞാനിപ്പോ. എനിക്ക് വേണ്ടത് കുറച്ച് സമാധാനമാ. അത് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലേ എനിക്ക് കിട്ടൂ. ഞാൻ പോകും. അത് പക്ഷേ പറയാനുള്ളത് മുഴുവൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ ഞാൻ പോകൂ. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി ഞാനാണെന്ന് സന്ദീപ് പറഞ്ഞതുകൊണ്ടാ. ഞാൻ കാരണമാണ് നീ മരിക്കാൻ നടക്കുന്നതെങ്കിൽ അത് വേണ്ടെന്ന് പറയാം. ഇപ്പൊ നിന്റെ മുന്നിൽ നിൽക്കുന്ന അനഘയെ നിനക്ക് നന്നായിട്ടറിയാം. എന്നാ നിനക്കറിയാവുന്ന അനഘയല്ല ഞാനിപ്പോ. അതിന് ഇവരെല്ലാവരും സാക്ഷികളാ. എനിക്കുണ്ടായ വലിയൊരു പ്രശ്ന പരിഹാരത്തിൽ നിന്നാ ഇതെല്ലാം ഉണ്ടായത്. അധികം ആരും അറിയരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്റെ ഈ വലിയ പ്രശ്നത്തെ പറ്റി. എനിക്കൊരല്പം സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? വേഗം പറ. എടി, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. ഞാനും നമ്മുടെ അവന്തിക ചേച്ചിയും തമ്മില് ധാരണയായ കാര്യമാണ് നമ്മുടെ കല്യാണം.
ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഉറപ്പായി എന്റെ വിവാഹം ഉടനെ ഉണ്ടാവും. തന്റെ വിഷമം കണ്ടില്ലെന്ന് നടിക്കുന്നവരല്ല ഞാനുൾപ്പെടെ ഇവിടെ എല്ലാവരും. ഞാനിതുവരെ ചെയ്തതൊക്കെ ഏട്ടത്തെ മറക്കണം. ഇനി നന്നായി ജീവിക്കാനും സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം കഴിയാനുള്ള ഒരു അവസരം എനിക്ക് തരണം. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വഴക്ക് പറയുന്നതും തല്ലുന്നതും ഒക്കെ എന്നെങ്കിലും ഒരു ദിവസം നീ ഇതുപോലെ എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാ. ഇതിനൊക്കെ ഇടയിലെ എന്റെ സന്ദീപിന്റെ സംസാരങ്ങളാ ആതിരയിൽ സംശയങ്ങൾ ഉണ്ടാക്കിയത്. അത് ഞങ്ങൾ ആരും അറിഞ്ഞതുമില്ല. സന്ദീപിനെ സ്വന്തമാക്കാനുള്ള വാശിയില് മുൻപ് പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷവും പലപ്പോഴും നിങ്ങളുടെ ഇടയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ വന്നിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ എന്റെ തെറ്റായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടാ നിന്റെ മുന്നിൽ ഞാനിപ്പോ നിൽക്കുന്നത്. സന്ദീപിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നവളാ നീ. ആ നിന്നെ സന്ദീപിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചാലും സന്ദീപിന് അതിന് കഴിയില്ലെന്ന് നീ മനസ്സിലാക്കണോ? അതിന് ഒരാളെ സംശയിക്കുന്നുവെന്ന് പറഞ്ഞ അതിനർത്ഥം അയാളെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെന്ന്. ഇഷ്ടമില്ലെന്ന് പറയുന്നതിനേക്കാൾ ഒരാൾക്ക് വേദനിക്കും വിശ്വാസം ഇല്ലെന്നറിയുമ്പോ. ഞാൻ പറയാതെ തന്നെ സന്ദീപിനെ കുറിച്ച് നിനക്കറിയാലോ. നിന്നെ കിട്ടാൻ അവൻ അനുഭവിച്ചതിനെ കുറിച്ച് മാത്രം നീ ആലോചിച്ചാ മതി, നിനക്കത് മനസ്സിലാവും. വിവാഹത്തോടെ ഇഷ്ടം തീർന്നു പോകുന്ന ചില സാധാരണ ഭാര്യമാരുടെ നിലയിലേക്ക് ആതിര തരം താഴരുത്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ എല്ലാം നിന്റെ തെറ്റിദ്ധാരണയായിരുന്നു? ഓരോന്നിനിറങ്ങി ചാടി പുറപ്പെടുന്നതിന് മുൻപ് സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഒന്ന് ശ്രമിക്കെങ്കിലും വേണ്ടേ? ഇനിയും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നിന്നെ ഇതിൽ നിന്ന് ആർക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതിരെ ഭാര്യ ഭർത്താക്കന്മാരിടയിലേക്ക് സംശയം ഒരു തവണ ഉണ്ടായ പിന്നെ അത് മാറാൻ വലിയ പാടാ. അനഘ പറഞ്ഞതൊക്കെ സത്യമായ കാര്യം തന്നെ മോളെ. നീ കണ്ടു എന്ന് പറയുന്നതും കേട്ടു എന്ന് പറയുന്നതും പകുതി മാത്രം. ബാക്കി പകുതി മുഴുവനും നിന്റെ തെറ്റിദ്ധാരണകളാ. ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ടും നിന്റെ മനസ്സിൽ ഇനിയും സംശയം ബാക്കിയുണ്ടെങ്കിൽ നിന്നോട് ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതില് നിന്നെ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനും എനിക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ഇത്രയും നേരത്തെ സംസാരത്തിൽ നിന്ന് നിനക്ക് എന്താ മനസ്സിലായതെന്ന് എനിക്കറിയില്ല. പഴയ ആ അനഘയായിട്ടല്ല ഞാൻ വന്ന് ഇതെല്ലാം നിന്നോട് പറഞ്ഞത്. പഴയ അനഘയായിരുന്നെങ്കിൽ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോയിട്ട് നിന്നെ കാണാൻ പോലും ഞാനിവിടെ വരില്ലായിരുന്നു എന്ന് നിനക്കറിയാലോ. ഞാൻ പോവുക. ഇനി ബാക്കിയൊക്കെ നിന്റെ തീരുമാനം പോലെ.